നമ്മുടെ നാട് മുഴുവനും വലിയ ദുരന്തങ്ങളും വലിയ പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച സമയത്ത് നമ്മുടെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. അവരാണ് നമ്മുടെ ആശാ വർക്കർമാർ. കോവിഡിന്റെ മഹാമാരി വന്നപ്പോഴും നിപയുടെ വൈറസ് നമ്മളെ വല്ലാതെ വേട്ടയാടിയപ്പോഴും എല്ലാവരും ഭയപ്പെട്ട് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഈ നാട് മുഴുവനും തങ്ങളുടെ ശരീരവും തങ്ങളുടെ കുടുംബത്തെയും ഒന്നും നോക്കാതെ ഓടി നടന്ന് ഈ നാടിന്റെ സുരക്ഷത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തവരുടെ പേരാണ് ആശാ വർക്കർമാർ. അവർ 23 ദിവസമായി നമ്മുടെ ഭരണശിലാ കേന്ദ്രത്തിന്റെ മുമ്പിൽ അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തെ ഒന്ന് കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ, അവരോട് നല്ല ഒരു വാക്ക് പറയാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന് കഴിയാത്തത്? നമ്മുടെ നാടിന്റെ പ്രതിസന്ധികളിൽ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തവരുടെ വാക്കുകൾ കേൾക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ഭരണകൂടത്തിന് കഴിയാതെ പോകുന്നത്? അങ്ങനെ കഴിയാതെ പോകുന്ന ഭരണകൂടം, ആ ഭരണകൂടം സാധാരണക്കാരന്റെ കൂടെയല്ല എന്നുള്ളതും ഈ സർക്കാരിനും നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിനുമൊക്കെ ഈ പേരും പെരുമയും ഒക്കെ ഉണ്ടാക്കി തരുന്നതിൽ നമ്മുടെ ആശാ വർക്കർമാരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു സർക്കാരായി നമ്മുടെ സർക്കാരുകൾ മാറിയിരിക്കുന്നുവോ? അവരാവശ്യപ്പെടുന്ന ഒരു ദിവസത്തെ വേതനം 700 രൂപ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരിന് കൊടുക്കാൻ കഴിയാത്തത്? 2021 ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതിൽ 700 രൂപ ദിവസവേതനമായി നൽകുമെന്ന് എഴുതി വെച്ചിട്ടില്ലേ? എന്നിട്ടും 4 വർഷക്കാലമായിട്ടും ഈ സർക്കാർ എന്താണ് ആശാ വർക്കർമാർക്ക് ആ ഒരു ദിവസത്തെ വേതനമായിട്ടുള്ള 700 കൊടുക്കാൻ വേണ്ടി മടിക്കുന്നത്? ഈ സർക്കാർ കണ്ണു തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മുടെ ആശാ വർക്കർമാരുടെ ആ ശബ്ദത്തെ മാനിക്കണമെന്നുള്ളതാണ് ഈ സമൂഹം മുഴുവനും ഇന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.